മാനത്തെ കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജുവിൻ്റെ അമ്മ ശ്രീവിദ്യ വന്ദനയുടെ വീട്ടിലെത്തുവാണ് കേട്ടോ. ഈ സമയം ശ്രീവിദ്യയെ കാണുന്നതും വിനു ആരാ എന്താന്നാക്കി ആംഗ്യ ഭാഷ ചോദിക്കുവാണ്. എന്നാൽ അതൊന്നും മനസ്സിലാവാതെ വിട്ട് നിൽക്കുവാണ് കേട്ടോ ശ്രീവിദ്യ. ഈ സമയത്തായിരിക്കും ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ചന്ദ്രിക ശ്രീവിദ്യ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഈ സമയം ശ്രീവിദ്യ താൻ രാജുവിൻ്റെ അമ്മയാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അകത്ത് മുത്തശ്ശിയും സുചിത്രയൊക്കെ ഉണ്ടാകും. അന്നേരം ശ്രീവിദ്യ ചോദിക്കണേ, ആഹാ നല്ല വീടാണല്ലോ, ഇത് ഞങ്ങളുടെ വാടക വീടാണ്. ഇതാണ് ഞങ്ങളുടെ അമ്മ, ഇത് എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യ സുചിത്ര. അന്നേരം ശ്രീവിദ്യ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് വന്ദന മാത്രമേ ഉള്ളൂ മോളായിട്ട്, പെൺകുട്ടിയായിട്ട്? അതേക്കുമ്പോൾ മുത്തശ്ശി തിരിച്ചുകൊണ്ട് പറയണേ, അതെ ഇവൾക്ക് 5 മക്കളുള്ളത്, ഈ വീട്ടിൽ നിറയെ കുട്ടികളാണ്. പിന്നെതാ ഇപ്പോൾ മിണ്ടാതെയും പറയാൻ നിൽക്കുന്ന ആ ചെക്കനില്ലേ, ആ ചെക്കനെയും ഇവർ മകനായിട്ട് തന്നെയാണ് കാണുന്നത്. ഓ അപ്പോൾ ഇതൊരു കൂട്ടുകുടുംബമാണല്ലേ എന്ന് ശ്രീവിദ്യ ചോദിക്കുക. അന്നേരം ചന്ദ്രിക പറയണേ, അതെ ഞങ്ങൾക്ക് 5 മക്കളാണ്, 3 പെണ്ണും 2 ആണും. ആദ്യത്തെ പ്രസവത്തിൽ ഇരട്ട കുട്ടികളായിരുന്നു, പ്രശാന്തും വസന്തയും. പിന്നീട് വന്ദനമോള് ജനിച്ചു. അത് കഴിഞ്ഞ് മനോജിൻ്റെ വിവാഹം കഴിഞ്ഞു. ഏറ്റവും ഇളയത് വർഷയാണ്. അന്നേരം ശ്രീവിദ്യ പറയണേ, ഞങ്ങളുടേതും ഒരു കൂട്ടുകുടുംബം പോലെ തന്നെയാണ്. ഞാൻ രാജുവിൻ്റെ 2ാമയാണ്. അവൻ്റെ ആദ്യ അമ്മ മരിച്ചതിന് ശേഷം അവൻ്റെ അച്ഛൻ എന്നെ വിവാഹം ചെയ്തു. ആ ബന്ധത്തിൽ എനിക്കൊരു മോളും കൂടിയുണ്ട്, രാഗിയുടെ ഭർത്താവ് സാഗറുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചവിടെ താമസിക്കുന്നത്. അല്ല ഞങ്ങളെപ്പറ്റി വന്ദന പറഞ്ഞിട്ടുണ്ടോ? അന്നേരം ചന്ദ്രിക പറയണേ, അങ്ങനെ കൂടുതലായൊന്നും പറഞ്ഞിട്ടില്ല. രാജീവ് സാറിന് ഒരു മോളുണ്ടെന്നും ആ മോളുടെ പേര് ദിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാജീവ് സാറിൻ്റെ ഭാര്യ ആക്സിഡൻറ്റ് മരിച്ചു പോയ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ സമയം ശ്രീവിദ്യ പറയണേ, ദിയമോൾക്ക് വന്ദനയെ വലിയ കാര്യമോ, അവൾ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വരും. അത് രാജുവിനെ കാണാനല്ല, വന്ദനയെ കാണാനാ. ഇനി ഞാൻ വളച്ചു കിട്ടാത്ത കാര്യത്തിലേക്ക് വരാം. ദിയമോളെ പോലെ ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് അമ്മമാരുടെ സ്നേഹമാണ് ഒരച്ഛൻ്റെ തണലിനേക്കാളും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. ഞങ്ങളുടെ ദിയമോളുടെ അമ്മയായിട്ട് ഇവിടുത്തെ വന്ദനയെ തരുമെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. രാജുവിൻ്റെയും വന്ദനയുടെയും വിവാഹ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കുന്നുമില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി, എന്നാലത് നേരിട്ട് നിങ്ങളോട് എന്നെ വന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. രാജുവിന് ഇത് 2ാം കെട്ടാണ്. 2ാം കെട്ടുകാരനെ കൊണ്ട് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ഈ കാര്യം ആലോചിക്കാം. അന്നേരം ചന്ദ്രിക പറയണേ, അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ വന്ദനയുടെ അച്ഛനും ചേട്ടന്മാരൊന്നും ഇല്ലല്ലോ, അവരോടൊക്കെ ചോദിച്ചിട്ട് ഒരു തീരുമാനം എന്താണെന്ന് പറയാം. അന്നേരം ശ്രീവിദ്യ പറയണേ, അത് മതി, എനിക്ക് ധൃതിയില്ല, ഞാൻ കാത്തിരിക്കാം. എന്നാൽ ശരി. അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ രാജുവിൻ്റെ കാർ അവിടെ എത്തുന്നത്. അങ്ങനെ കാറിൽ നിന്ന് രാജീവും വന്ദനും ദിയമോളും ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം വന്ദന പറയണേ, സാർ അകത്തേക്ക് വരുന്നില്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോകാം? അത് വേണ്ട, അത് പിന്നെ ആകാം. അന്നേരം ദിയ പറയണേ, എനിക്ക് വന്ദന ആൻറ്റീൻ്റെ വീട്ടിൽ കയറണം, നമുക്ക് ചായ കുടിച്ചിട്ട് പോകാച്ചാ. അന്നേരം രാജു വരണേ, മോളെ ഇനി ഇന്നത്തെ നിൻ്റെ ഒരു വാശിയും ഞാൻ അംഗീകരിച്ചു തരില്ല, നമുക്ക് വേറൊരു ദിവസം വരാം. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ ശ്രീവിദ്യ വീടിന് പുറത്തേക്ക് വരുന്നത്, രാജുവും വന്ദനയൊക്കെ കാണുന്നത്. അന്നേരം രാജു വരണേ, അമ്മയല്ലേ, അമ്മ എന്താ ഇവിടെ? അങ്ങനെ രാജീവ് ദിയേനെയും കുട്ടി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അമ്മ എന്താ ഇവിടെ? അത് പിന്നെ ഞാനിവരേക്ക് ഒന്ന് കാണാനായിട്ട് വന്നതാ. ഈ സമയം ചന്ദ്രികയും രാജുവിനകത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കയറുന്നില്ല എന്ന് പറയുവാണ്ട് രാജീവ്. എന്നാ അമ്മ നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഇങ്ങോട്ട് വന്ന ടാക്സിക്കാരനെ പറഞ്ഞു വിട്ടിട്ട് രാജുവിൻ്റെ കൂടെ പോകുവാണ് ശ്രീവിദ്യ. ഈ സമയം വന്ദന അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ, എന്തിനാ ശ്രീവിദ്യമ്മയുടെ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പ്രത്യേകിച്ചൊന്നുമില്ല, അവർ പറഞ്ഞില്ലേ വെറുതെ വന്നതാന്ന്. അങ്ങനെ പറഞ്ഞ് അമ്മ അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം സുചിത്രയോട് കാര്യം ചോദിക്കുക. സുചിത്ര ഒന്നും പറയാതെ തന്നെ അകത്തേക്ക് പോകുവാണ്. വന്ദനക്കാണെങ്കിൽ നല്ല സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ അവിടെ മുത്തശ്ശിരിക്കുന്നുണ്ടാവും. ഈ സമയം അതുവഴി ഞാൻ വിനുവിനോട് കാര്യം ചോദിക്കുവാണ്. അന്നേരം വിനു എല്ലാം പറയാൻ തുടങ്ങുമായിരിക്കും കേട്ടോ. അത് വേണം മുത്തശ്ശി പറയണേ, എടാ നീ ഇങ്ങ് വന്നേടാ, നീ എനിക്ക് ആ അടയ്ക്കാൻ വീട്ടിലേക്ക് എടുത്തതാം. അങ്ങനെ പറഞ്ഞ് വിനുവിനെ അവിടെ പിടിച്ചിരുത്തുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാജീവിനെയാണ് കേട്ടോ. ഈ സമയം ദിയമോള് കാറിൽ കിടന്നുറങ്ങുമായിരിക്കും. അന്നേരം രാജീവ് അമ്മയോട് എന്താ കാര്യം, എന്ത് സംസാരിക്കാൻ വന്ദനയുടെ വീട്ടിൽ പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം അമ്മ ഒന്നും വിട്ടു പറയുന്നില്ല കേട്ടോ. അമ്മ പറയണേ, ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം, ഇപ്പം നീ നേരെ നോക്ക്, ഡ്രൈവ് ചെയ്യാൻ നോക്കും. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന മാധവനെയാണ്. അന്നേരം ചന്ദ്രിക ഈ കാര്യങ്ങളെല്ലാം മാധവനെ അറിയിക്കുവാണ്. അത് കേൾക്കുമ്പോൾ മാധവൻ പറയണേ, വന്ദനമോളുടെ വിവാഹം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. പക്ഷേ എന്ന് കരുതി ഒരു 2ാം കെട്ടുകാരനെ കൊണ്ട് അവളെ കെട്ടുക എന്ന് പറയുമ്പോൾ അത് ഒരച്ഛനെന്ന നിലയിൽ ഞാൻ എങ്ങനെ അവളോട് പറയുക? രാജീവ് ഒരു നല്ല പയ്യനൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു കാര്യം ഞാൻ എൻ്റെ മോളോട് പറയുമ്പോൾ എൻ്റെ ബാക്കി മക്കളൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പടിയടച്ച് പുറത്താക്കാൻ ധൃതി കാണിക്കുന്നു എന്നല്ലേ അവരൊക്കെ കരുത്. അന്നേരം ചന്ദ്രിക പറയണേ, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, ഇത് ദൈവമായിട്ട് കൊണ്ടുവന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്.
നമുക്ക് വന്ദനയോട് ആലോചിക്കാം. അവളുടെ മനസ്സിൽ എന്താണെന്നറിയാം. ഒരുപക്ഷെ അവൾക്കിതിൽ താല്പര്യമുണ്ടെങ്കിലോ? നമ്മൾ അവളുടെ സന്തോഷമല്ലേ നോക്കേണ്ടത്? അവളല്ലേ ഇനി തുടർന്ന് ജീവിക്കേണ്ടത്? ഇത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഇത് നമുക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ചൊന്ന് അവതരിപ്പിക്കാം. എന്നാൽ ശരി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് മാധവനും പറയുവാണ്. പിന്നീട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം മാധവനും ചന്ദ്രികയും കൂടി പരസ്പരം പറയാൻ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് പിറുപിറുക്കുവാണ്. അത് കാണുമ്പോൾ മുത്തശ്ശി പറയണേ, നിങ്ങൾ തമ്മിൽ നിന്നിങ്ങനെ പരിങ്ങാതെ ആരെങ്കിലും ഒന്ന് പറയുന്നേ. ചന്ദ്രികയെ നീ തന്നെ പറ, അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവും. അന്നേരം ചന്ദ്രിക പറയണേ, വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അത് കേൾക്കുമ്പോൾ തന്നെ വന്ദനക്ക് മനസ്സിലാവും തൻ്റെ കല്യാണക്കാരിയാണ് അമ്മ ഉദ്ദേശിക്കുന്നതെന്ന്. എന്നിട്ട് ചന്ദ്രിക പറയണേ, പ്രകാശിൻ്റെ കാര്യം നോക്ക്. അവൻ്റെ ജീവിതത്തിലേക്ക് സുചിത്ര വന്നതിന് ശേഷം അവൻ്റെ ആകെ ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടായി. അതേക്കുന്നത് മനോജ് ഇരുന്ന് ചിരിക്കുവാണ്. പിന്നീട് ചന്ദ്രിക പറയണേ, മനോജിൻ്റെ മനസ്സിൽ നന്മ കണ്ടിട്ടാണ് ഹരിത അവൻ്റെ കൂടെ വന്നതും അതിൽ ഹരിത ഹാപ്പിയുമാണ്. അതുപോലെ വന്ദനയുടെ കാര്യമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്. വന്ദനയെ കല്യാണം കഴിച്ച് തരുമെന്ന് ചോദിച്ച് ഒരു കൂട്ടരിന്ന് ഇവിടെ വന്നിരുന്നു. അത് വേറെ ആരുമല്ല, വന്ദനയുടെ മുതലാളി തന്നെയാണ്. രാജീവ് സാറിൻ്റെ അമ്മ ഇവിടെ വന്നത് വന്ദനയും രാജീവ് സാറിനെ വിവാഹം ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിനതും വന്ദന ഒന്ന് ഷോക്കാവുകയാണ് കേട്ടോ. ഈ സമയം പ്രകാശം പറയണേ, കൊള്ളാം, അയാളൊരു രണ്ടാം കെട്ടുകാരനല്ലേ, അപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കൂടെ ഒരു കുട്ടിയും കൂടി ഫ്രീ അല്ലേ? കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് കേട്ടോ. അന്നേരം മനോജ് പറയണേ, ചേച്ചി ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്കും തീരെ താല്പര്യമില്ല. ഈ സമയം വർഷ പറയണേ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഇങ്ങനെ കളിയാക്കാനും ഓരോ മുടക്ക് ന്യായങ്ങൾ പറയാനും അല്ലേ പറ്റുള്ളൂ. ഇത് ചേച്ചിയുടെ ജീവിതമാണ്, തീരുമാനം പറയേണ്ടത് ചേച്ചിയാണ്. രാജീവ് സാർ നല്ലൊരു മനുഷ്യനാണ്. ചേച്ചി രാജീവ് സാറിനെ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ സമയം ഹരിത പറയണേ, എന്താണെങ്കിലും വന്ദനക്ക് ജാതകദോഷമുണ്ട്, എന്താണെങ്കിലും ഒന്നാം കെട്ടുകാരനെ നിന്ന് കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഈ ബന്ധം അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അന്നേരം സുചിത്രം പറയണേ, എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ്. ഇതേക്കുമ്പോൾ മുത്തശ്ശി പറയണേ, ഹരിത ഇന്നെങ്കിലും കൃത്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ്. അന്നേരം മാധവൻ പറയണേ, നിങ്ങളുടെ ആരുടെ അഭിപ്രായമല്ല എനിക്കറിയേണ്ടത് വന്ദനയുടെ അഭിപ്രായമോ. എന്താ മോളെ നിൻ്റെ തീരുമാനം? ഈ സമയം വന്ദന ഒന്നും പറയാതെ അവിടെ നിന്ന് എണീറ്റ് പോകുകയാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമാകുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. അവിടെ രാജീവും രാഗിയും സാഗുവൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഈ കാര്യം ശ്രീവിദ്യ അവരോടെല്ലാവരോടിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്ന രാജീവ് പറയണേ, എന്നാലും ഇത് വേണ്ടായിരുന്നു അമ്മ ഇങ്ങനെ എടുത്തു ചാടണ്ടായിരുന്നു. അന്നേരം ശ്രീവിദ്യ പറയണേ, എനിക്കിതൊരു എടുത്തു ചാട്ടമായിട്ട് തോന്നിയിട്ടില്ല. ദിയമോളുടെ ഭാവിയെ കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നല്ലപോലെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായത്. ദിയമോൾ ഒരു പെൺകുട്ടിയാണ്. ഈ പ്രായത്തിലെ പെൺകുട്ടിക്ക് ഒരച്ഛൻ്റെ സ്നേഹം എന്നതിലുപരി അമ്മയുടെ സ്നേഹമാണ് ആവശ്യം. അതേക്കുമ്പോൾ രാഗി പറയണേ, ദിയമോൾക്ക് ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ ഞാനില്ലേ? ഞാൻ അവൾക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അന്നേരം ശ്രീവിദ്യ പറയണേ, ഈയിടെയായിട്ട് നീ ദിയമോളോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും നിനക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നീ അതിൻ്റെ കാര്യങ്ങളല്ലേ നോക്കൂ. അന്നേരം നീ ദിയമോൾ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ടാണ് മോനെ ഞാൻ പറയുന്നത്, ദിയമോൾക്കൊരമ്മ വേണം. ഒരമ്മയുടെ സ്നേഹം അവൾക്ക് അത്യാവശ്യമാണ്. അത് കേൾക്കുമ്പോൾ രാജീവ് പറയണേ, അമ്മേ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ എനിക്ക് ചിലപ്പോൾ ഒരു ഭാര്യയെ കിട്ടും. പക്ഷേ ദിയമോൾക്ക് നല്ലൊരു അമ്മയെ കിട്ടുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ? മോനെ, നിൻ്റെ രണ്ടാനമ്മയായിട്ടല്ലേ ഞാനിവിടെ വന്നത്. എന്നെങ്കിലും നിന്നെ ഞാൻ അങ്ങനെ ഒരു കണ്ണോടെ നോക്കിയിട്ടുണ്ടോ? നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയല്ലേ നോക്കിയത്. പഴയ എന്നെയാണ് ഞാൻ വന്ദനയിലൂടെ കാണുന്നത്. അവൾ ദിയമോളെ പൊന്നുപോലെ നോക്കും. ഈ സമയം രാഗി പറയണേ, എന്തൊക്കെ പറഞ്ഞാലും അവൾ ഏട്ടൻ്റെ കമ്പനിയിലെ വേറൊരു മൂന്നാം കിട ജോലിക്കാരിയല്ലേ? അന്നേരം അമ്മ പറയണേ, രാഗി ഇതിൽ നിൻ്റെ അഭിപ്രായം വേണ്ട. എന്താണെങ്കിലും വന്ദനയുടെ വീട്ടിൽ ഞാൻ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ വന്ദനയോട് സംസാരിക്കും. വന്ദന ഈ വിവാഹത്തിന് സമ്മതിക്കുവാണെങ്കിൽ നീയും സമ്മതിക്കണം. അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രാജുവിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്